ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പാർട്ട് ഫ്രം ഒരു സ്പിരിച്വൽ നോക്കിയാൽ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അല്ലേ. കാതലർ ദിനം, പ്രേമിക്കുന്നവരുടെ ദിവസമാണ്. നമ്മുടെ നാട്യശാസ്ത്രത്തിൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഈ പ്രണയം, ബ്രേക്കപ്പ്, തേപ്പ് കിട്ടൽ ഇതൊന്നും ആക്ച്വലി ഇപ്പോൾ തുടങ്ങിയതല്ല. അങ്ങ് നാട്യശാസ്ത്രം എഴുതിയിരുന്ന സമയം തൊട്ടേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഭരതമുനി അത് ചിട്ടപ്പെടുത്തിയത്. ഒരാൾ 24 hours ലവ് മോഡിലാണ്. പ്രണയം പ്രണയം പ്രണയം, കാണുന്നതെല്ലാം പ്രണയം. നമ്മൾ മറ്റേ ഇപ്പം പുതിയതായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന അല്ലെങ്കിൽ ക്രഷൊക്കെ തോന്നിയിരിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. പൂ കണ്ടാൽ പ്രണയം, ബട്ടർഫ്ലൈ കണ്ടാൽ പ്രണയം, ആഹാ, കാറ്റ് വന്നാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, ആ ഒരവസ്ഥ അല്ലേ. അങ്ങനെ നായികമാരുണ്ട്. രണ്ടാമത്തേത് തേപ്പ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല. അയാൾ പറ്റിച്ചോ പറ്റിക്കാൻ പോവാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ ഒരു നായികയുണ്ട്. ഓൾമോസ്റ്റ് തേപ്പ് കിട്ടി പറ്റിക്കപ്പെട്ട നായികമാർ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഉള്ളിലൊക്കെ ഈ പല സ്റ്റേജിലൂടെ കടന്നുപോയ ആൾക്കാരുണ്ടാവും. നല്ല രീതിയിൽ പണി കിട്ടി കരഞ്ഞ് ദിവസങ്ങളോടാം, അയ്യോ എന്നാലും അവൻ എങ്ങനെ അവളുടെ കൂടെ പോയി എന്നെ കളഞ്ഞിട്ട്, ഈ ഒരു മാനസികാവസ്ഥയിലിരുന്ന് കരയുന്നവരുണ്ട്, ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരുണ്ട്, അവനെ പോയി അടിക്കാൻ പോകുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഗട്ട്സ് പോലെ ഇരിക്കും. അങ്ങനെ നായികന്മാർ. ഇനി ഇതൊന്നും അല്ലാതെ വളരെ സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി പ്രവാസ ജീവിതം എന്നൊക്കെ കേട്ടില്ല, ഒരാൾക്ക് ദൂരോട്ട് പോകേണ്ടി വരുന്നു. അതാണ്, എല്ലാം അടിപൊളിയായിരിക്കുമ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അത് താങ്ങാൻ പറ്റാതെ സങ്കടപ്പെടുന്ന നായികന്മാർ. ഭർത്താവ് അടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടുന്ന വൈഫ്സ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരുന്ന അങ്ങനത്തെ നായികമാരുണ്ട്. ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിളുണ്ട്, എല്ലാത്തിലും 10 on 10. ഇത് അങ്ങനെ ഇല്ലാത്തവർക്ക് ഇവരെ കാണുമ്പം മറ്റേ അടിവയറ്റിൽ മഞ്ഞുതുള്ളിയല്ല, ഒരു തീ ഇട്ടതുപോലെ ഒരു വയറരിച്ച്, എന്നാലും കണ്ടില്ലേ അവരുടെ ഒരു സ്നേഹം എത്ര നാളത്തേക്കാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതൊക്കെ ആദ്യത്തെ 2-3 ദിവസം കാണാം, കുറച്ച് കഴിയുമ്പോൾ കാണാം. 1 പറയും, പിന്നെ 10 പറയും. പക്ഷേ ഇന്ന് ആൾക്കാരിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു വഴക്കൊന്നും അവർ തമ്മിൽ സംഭവിക്കുന്നേ ഇല്ല. അവർ 100% ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ഒരു ഹീറോയിൻ. അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഹീറോയിൻസിൻ്റെ കഥയാണ് അടുത്തത് വരാൻ പോകുന്നത്. ഓരോ നായികമാരുടെ പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു പേരിടാൻ പറ്റും. ഇതിൽ നിങ്ങൾ ആരാണ്, ആരായിരുന്നു, ഇനി ആരാകാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നറേഷൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. February 14th ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഇനമാണിത്, അഷ്ടനായിക. ഓക്കെ, താങ്ക് യു സോ മച്ച്.